परमेश्वर ने दिया हुआ इस अच्छा अनुभव के लिए परमेश्वर को धन्यवाद देता हूँ। ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധി കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. परमेश्वर भला है और परमेश्वर की करुणा सदा की है। ദൈവം നല്ലവനാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. आमीन। आज सुबह भी उठने के लिए परमेश्वर ने सहायता किया है, बल दिया है। हालेलुया। कितने लोग आग्रह करते हैं लेकिन सुबह सही प्रकार उठ भी नहीं पाते हैं, लेकिन परमेश्वर की महादया हमारे ऊपर हर पल हम अनुभव कर पाते हैं। ഇന്ന് രാവിലെയും സൗഖ്യത്തോടെ എഴുന്നേൽക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. എത്രയോ പേര് ആമേൻ രാവിലെ സന്തോഷത്തോടെ സൗഖ്യത്തോടെ ഉണരുവാൻ ആഗ്രഹിച്ചിട്ട് കഴിയാതിരിക്കുമ്പോൾ ദൈവം ശരീരത്തിന് ബലവും ആരോഗ്യവും തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. आमीन। पिछले 5 सालों से गॉड्स मिशन फैमिली के साथ जुड़ते हुए परमेश्वर की सेवकाई में कार्यरत रहने के लिए परमेश्वर ने हमें भी सहायता किया। കഴിഞ്ഞ 5 വർഷങ്ങളായി ഗോഡ്സ് മിഷനോട് ചേർന്ന് ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. आमीन। वास्तव में हमारे सेवकाई के लिए वो बहुत ही अनुग्रह का कारण रहा है। ഞങ്ങളുടെ വ്യക്തിപരമായ ശുശ്രൂഷയ്ക്ക് അത് ഒത്തിരി അനുഗ്രഹമായിട്ടുണ്ട്. आमीन। आप लोगों का प्रार्थना वास्तव में हमारे लिए बहुत ही अनुग्रह का कारण है। നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമാണ്. और खासतौर से आप जो ये प्रोत्साहन का जो शब्द कहते हैं हमारे लिए बहुत ही एक अनुग्रह का कारण है। ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ ഉത്സാഹിപ്പിക്കുവാൻ പറയുന്ന വാക്കുകൾ ഞങ്ങൾക്ക് വലിയൊരു ഉത്തേജനമാണ്. ये मीटिंग का अध्यक्ष जो है थॉमसन पास्टर आई मीन सभी लोगों को एनकरेज करने का एक बड़ा अभिषेक उनके ऊपर है। ഈ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്ന തോംസൺ പാസ്റ്റർ അങ്കിളിന് എല്ലാവരെയും ഒന്ന് ഉത്സാഹിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒരു പ്രത്യേകം അഭിഷേകമുണ്ട്. I mean, ये सभी लोगों को नहीं मिलता है, कुछ लोगों के लिए परमेश्वर ने स्पेशली दिया गया है। അതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, ചിലർക്ക് മാത്രം ദൈവം കൊടുത്തിരിക്കുന്ന കാര്യമാണ്. वो सच में एक अभिषेक है, क्योंकि ये स्वभाव से भी परे है। I mean, दूसरे एक व्यक्ति को उठाना या उनको प्रोत्साहन देना वो परमेश्वर ने दिया हुआ एक बहुत बड़ा वरदान है। അത് വളരെ വ്യത്യസ്തമായ ഒരു സ്വഭാവമാണ്. ആമേ വ്യക്തിപരമായ ജീവിതത്തിൽ മറ്റുള്ളവരെ എല്ലാവർക്കും ഉത്സാഹിപ്പിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ ചെയ്യുന്നത് വളരെ ആമേൻ വ്യത്യസ്തമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവമാണ്. हम जब मुंबई में थे, मुंबई में पास्टर के घर जाने के लिए काफी अच्छा समय परमेश्वर में दिया। उनके अच्छे गवाहियां हमें भी सेवकाई में मजबूत करने के लिए कारण रहा है। മുംബൈയിലായിരുന്നപ്പോൾ തന്റെ ഭവനം സന്ദർശിച്ച് അവരിൽ നിന്ന് അവരുടെ അനേകം സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി. അത് ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീർന്നു. हम तो सेवकाई में बस सीखने वाले हैं, हमारा शुरुआत के समय है, लेकिन ऐसे समय में जब परमेश्वर की दासों को इस्तेमाल किए हुए अनुभवों को जब सुनते हैं वो हमारे लिए बहुत ही अनुग्रह का कारण है। ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആരംഭം മാത്രമാണ്. അങ്ങനെയുള്ള സമയത്ത് അനുഭവമുള്ള ദൈവദാസന്മാരിൽ നിന്ന് അവരെ ദൈവം നടത്തിയ വഴികളെ കുറിച്ച് കേൾക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. लेकिन काफी बार परमेश्वर हमें सौंपा हुआ सेवकाई में हम थोड़ा व्यस्त हो जाते हैं, इसके लिए थोड़ा जल्दी से भागना पड़ जाता है। എന്നാൽ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ ഞങ്ങൾ അല്പം തിടുക്കവും ബന്ധപ്പെട്ടുമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. कभी कभी ऐसा लगता है कि जल्दी से दौड़कर जल्दी खत्म करने के लिए परमेश्वर में तैयार कर रहा है, पता नहीं हमें काफी बार बहुत ही स्पीड में दौड़ना पड़ जाता है। ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവം എന്താ ഇത്രയും പെട്ടെന്ന് ഓടിക്കുന്നത്, വളരെ തിടുക്കത്തിൽ ഓടി തീർക്കുവാൻ ദൈവം ഓടിക്കുകയാണോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. हमारे दौड़ कितना समय है वो हमें नहीं पता, लेकिन जितना परमेश्वर में दौड़ने का बल देता है उतना स्पीड में दौड़ना भी जरूरी है, क्योंकि हमारा दौड़ पूरा करने का एक समय है। നമ്മൾക്ക് എത്ര നാൾ ലഭിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ലഭിക്കുന്ന നാൾ മുഴുവനും തിടുക്കത്തോടെ വേഗത്തിൽ ഓടി കർത്താവിന്റെ വേല ചെയ്തു തീർക്കുവാൻ നമ്മൾക്ക് കഴിയട്ടെ. मैं काफी बार मेरे पत्नी से कहता हूं कि चिकू कुरियाकोस नाम का एक परमेश्वर के दास जो बहुत ही अच्छी तरीके से गीत गाकर परमेश्वर की आराधना किया और अनेक लोगों को उनके गीत के द्वारा मसीह यीशु के प्रेम की ओर करीब लाया हुआ एक अभिषिक्त था। എപ്പോഴും ഇവിടെ ഭവനത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ചിക്കു കുരിയാക്കോസ് എന്ന ദൈവദാസൻ താൻ തന്റെ കൊച്ചു പ്രായത്തിൽ കർത്താവിന് വേണ്ടി പാടി അനേകരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് താൻ നയിച്ചു. हालेलुया। लेकिन वो एकदम तेजी से था, उनको विश्राम करने के लिए समय नहीं था। इतना तेजी से दौड़ा कि उनके जवानी में ही उन्होंने उनका दौड़ पूरा कर दिया। താൻ തന്റെ ഓട്ടം വളരെ തിടുക്കത്തിലായിരുന്നു. ഒരുപാട് തന്റെ യൗവന പ്രായത്തിൽ തന്നെ തിടുക്കത്തിൽ സമയമില്ലാതെ ഓടി താൻ ഓട്ടം തികച്ചു. हालेलुया। हम काफी बार हम आपस में कहते हैं कि
परमेश्वर ने दौड़ रखा है, एकदम तेजी से दौड़ना है क्योंकि पता नहीं कब खत्म होने वाला है। इसके लिए जितना स्पीड में जा सकते हैं उतना स्पीड में हम पूरा करेंगे। ഞങ്ങൾ തമ്മിൽ പറയാറുണ്ട്, എത്ര നാൾ നമ്മൾക്ക് ലഭിക്കുമെന്ന് അറിയത്തില്ല, ലഭിക്കുന്ന നാൾ മുഴുവനും തിടുക്കത്തിൽ വേഗത്തിൽ ഓടി ആമേൻ നമ്മുടെ ഓട്ടം തീർക്കണം. आमीन। आप लोगों का प्रार्थना हम मांगते हैं। നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വീണ്ടും आप ആവശ്യമാണ്. लोगों का प्रार्थना हमारे लिए बहुत ही अनुग्रह का कारण रहा है। നിങ്ങളുടെ പ്രാർത്ഥന വളരെ അനുഗ്രഹമായിരുന്നു. उत्तर भारत में बहुत सारे समस्याएं जब उठ रहा है, परमेश्वर एक एक दिन हमें जिंदा रखा है परमेश्वर के कार्यों को पूरा करने के लिए। നോർത്ത് ഇന്ത്യയിൽ വളരെ പ്രതികൂലങ്ങളുള്ള സമയത്തും ദൈവം നമ്മളെ ഓരോ ദിവസവും ജീവനോടെ ശേഷിപ്പിക്കുന്നു. आमीन। हाल ही में यहाँ पर दुर्ग नाम की जगह में आईटी का एक परमेश्वर की दास और उनकी कलीसिया में पिछले दिनों में हुआ कुछ घटनाओं को आपने शायद सुना होगा। 4 लोगों को पकड़कर लेकर गया, लेकिन 2 लोगों को छोड़ दिया, 2 लोगों के ऊपर केस डाला गया और काफी बार उनके लिए बेल के लिए अपील किया, लेकिन हर एक बार वो रिजेक्ट होते गया। നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുമായിരിക്കാം, ഇവിടെ ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് സഭയിൽ കയറി പ്രശ്നമുണ്ടാക്കി 4 പേരെ അറസ്റ്റ് ചെയ്തു, 2 പേർക്ക് ബെയിൽ കൊടുത്തു, 2 പേർക്ക് ജാമ്യം കൊടുക്കാതെ വളരെയധികമായി അവരെ ഉപദ്രവിക്കുവാനും കഷ്ടപ്പെടുത്തുവാനും ഇടയായിക്കൊണ്ടിരിക്കുന്നു. परसों भी उनके लिए जब बेल अप्लाई किया गया, उनका फॉर्म, उनका जो एप्लीकेशन वो रिजेक्ट किया गया था, लेकिन कल परमेश्वर की दया से उनका बेल अप्रूव हुआ है, लेकिन बहुत सारे फॉर्मेलिटीज है। उसके लिए प्रार्थना उन्होंने मांगा है। മിനിഞ്ഞാന്ന് അവരുടെ ജാമ്യം തള്ളിപ്പോയി. എന്നാൽ ഇന്നലെ കൊടുത്ത പേപ്പർ അത് അവരെ ആ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഇനിയും അനേകം കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അവർക്ക് വെളിയിൽ വരുവാൻ കഴിയത്തുള്ളൂ. അവർ പ്രത്യേകം പ്രാർത്ഥനയെ ചോദിച്ചിട്ടുണ്ട്. केवल बेल अप्रूव होने से काम नहीं होगा, लेकिन उसका बहुत सारे फॉर्मेलिटीज है, वो पूरा फॉर्मेलिटीज पूरा होना जरूरी है। ജാമ്യം അനുവദിച്ചത് കൊണ്ട് ഇറങ്ങി വരുവാൻ കഴിയത്തില്ല. അതിന് അനേകം ഓഫീസിലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുവാനുണ്ട്. അതിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. कल मुझसे आईटी का एक लीडर ने कहा कि ये जो परमेश्वर की दास और जो जेल में है, उन्हें जेल के अंदर बहुत ही बुरी तरीके से उन्हें टॉर्चर किया गया है। ഐടിയുടെ ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞതനുസരിച്ച് ആമേൻ അവരെ വളരെ ക്രൂരമായി ആ ജയിലിനകത്ത് അവരെ മർദ്ദിച്ചു എന്നാണ് അറിയുന്നത്. हालेलुया। क्या गुनाह किया है? यीशु के नाम की आराधना किया है, यीशु के बारे में प्रचार किया है, केवल उसके अलावा कोई गुनाह नहीं किया है, लेकिन उन्हें टॉर्चर किया जा रहा है जेल में। पुलिस वाले वहां के लोग उन्हें टॉर्चर किया जा रहा है। അവർ യാതൊരു തെറ്റും ചെയ്തിട്ടല്ല, അവർ യേശുവിനെ ഉയർത്തിയതും നിമിത്തം മാത്രം അവിടെയുള്ള ആളുകൾ അവരെ വല്ലാതെ പീഡിപ്പിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. हालेलुया। लेकिन प्रेज़ लॉर्ड, परमेश्वर प्रार्थनाओं को सुनने वाला परमेश्वर है। എന്നാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. हालेलुया। वे यदि उस पीड़ाओं से होकर गया है तो स्वर्ग में उनके लिए परमेश्वर ने बहुत बड़ा एक प्रतिफल रखा है। അവർ ആ സങ്കടത്തിലൂടെ പീഡനത്തിലൂടെ കടന്നുപോയെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഒരു വലിയ പ്രതിഫലം ഉണ്ടെന്നുള്ളത് നിശ്ചയമാണ്. कल जम्मू कश्मीर में एक परमेश्वर के दास के साथ जब बातें कर रहा था, वे कह रहा था कि 320 किलोमीटर बाइक चलाकर जाके बाइबल स्टडी लेने के लिए वो परमेश्वर के दास जाता है। കഴിഞ്ഞ ദിവസം ജമ്മു കശ്മീരിലെ ഒരു ദേവദാസനുമായിട്ട് സംസാരിച്ചപ്പോൾ താൻ പറയുകയായിരുന്നു, 320 കിലോമീറ്റർ ബൈക്ക് ഓടിച്ചു പോയി താൻ അവിടെ ഒരു ബൈബിൾ സ്റ്റഡി എടുക്കുന്നുവെന്ന്. करीबन 8 घंटा कंटिन्यूसली अकेला बाइक चलाकर, 2 व्हीलर चलाकर जाके वे बाइबल स्टडी लेकर वापस आते हैं। തനിച്ച് 8 മണിക്കൂറോളം താൻ ബൈക്ക് ഓടിച്ചു പോയി അവിടെ ഒരു ബൈബിൾ സ്റ്റഡി നടത്തിയിട്ട് താൻ തിരിച്ചു വരും. मैं तो सोच भी नहीं सकता हूँ उतना दूर तक कैसा चलाऊंगा, लेकिन वो काफी उम्र में है, अराउंड 59 इयर्स का एज है उन्हें, लेकिन उस उम्र में भी परमेश्वर के लिए इतना जब दौड़ता है। मैं परमेश्वर के दास से कल कह रहा था कि हालेलुया, परमेश्वर ने आपके लिए रखा हुआ प्रतिफल बहुत बड़ा है। हालेलुया, प्रेज़ लॉर्ड। इतना आप परमेश्वर के वचनों को सिखाने के लिए, हालेलुया, इतने दूर तक जब आप जाने के लिए तैयार है, आपके लिए बहुत बड़ा एक प्रतिफल परमेश्वर ने रखा है। ആ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എനിക്കത് ചിന്തയിൽ പോലും കൊണ്ടുവരുവാനോ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ പോലും കഴിയത്തില്ല, അത്രയും ദൂരം വണ്ടി ഓടിക്കുക എന്നുള്ളത്. എന്നാൽ തന്നോട് ഇങ്ങനെ പറയുകയായിരുന്നു, ദേവദാസനെ ഇത്രമാത്രം
കഷ്ടപ്പെട്ട് താൻ ബൈബിൾ സ്റ്റഡി എടുക്കാൻ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിലുള്ള പ്രതിഫലം എത്ര വലുതായിരിക്കുമെന്ന് തന്നോട് പറയുവാനിടയായി. I mean वहां पर जो 320 किलोमीटर दूर जाते हैं वहां पर बहुत ही गरीब लोग हैं, उनके पास I mean आर्थिक तौर से कुछ भी नहीं रहता है, लेकिन फिर भी वो जब इस परमेश्वर के दास को कुछ आर्थिक अनुग्रह देने के लिए कोशिश करते हैं, परमेश्वर के दास कहता है मैं पैसा के लिए नहीं आया हूं बल्कि वचन सिखाने के लिए आया हूं बोलकर कुछ भी नहीं लेता है, बल्कि परमेश्वर के वचनों को सिखाकर वापस यात्रा करके आता है. ആ 320 കിലോമീറ്റർ ദൂരം കടന്നു പോകുമ്പോൾ ആമേൻ തനിക്ക് അവിടെയുള്ള പാവപ്പെട്ട ആളുകളായിരിക്കുന്നവർ അവർക്കുള്ള നന്മയിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുന്നത് കാണുമ്പോൾ ആമേൻ തനിക്ക് തന്റെ വളരെ വേദനയോടെ താൻ പറയാറുണ്ട്, നിങ്ങളുടെ ഈ ഭാരത്തിൽ നിന്ന് എനിക്കൊന്നും തരണ്ട, ഞാൻ പണം വാങ്ങിക്കുവാൻ വരുന്നതല്ല, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാൻ ഞാൻ വന്നതാണ്. काफी बार वो जब वापस चलाकर गाड़ी चलाकर जब आते हैं उनके पास एक चाय खरीदने के लिए पैसा नहीं रहता है, फिर भी वो परमेश्वर के लिए जब दौड़ रहा है परमेश्वर ने सामर्थ्य तौर से इस्तेमाल कर रहा है. ചില സമയത്ത് മടങ്ങി യാത്ര ചെയ്തു വരുമ്പോൾ ചായ കുടിക്കുവാൻ പോലും കയ്യിൽ പൈസ കാണത്തില്ല, പക്ഷെ എന്നാലും കർത്താവിനു വേണ്ടി ആവതോളം ഓടുകയാണ്. सेवकाई हो रहा है, आज भी सेवकाई परमेश्वर अपने लोगों के द्वारा कर रहा है. उत्तर भारत में बहुत बड़ा एक रिवाइवल के लिए परमेश्वर लोगों को तैयार कर रहा है. ഇന്നും ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമുണ്ട്, അനുഗ്രഹമായി അനേകർ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. ഉത്തര ഭാരതത്തിൽ ദൈവം ഒരു ഉണർവഹിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. हम भोर में 4 बजे उठकर जब प्रार्थना करते हैं हमारे प्रार्थनाएं व्यर्थ नहीं जाएगा. वो एक रिवाइवल के लिए परमेश्वर ने अपने लोगों को खड़ा करके इस विषयों के लिए प्रार्थना करने के लिए उत्साहित कर रहा है. इसके लिए हम थक ना जाए, कमजोर ना हो जाए, परमेश्वर में और भी बल प्राप्त करते हुए इन दिनों में और भी सामर्थ्य तौर से हम प्रार्थना करने पाए. അതിരാവിലെ 4 മണിക്ക് കർത്താവിന്റെ ദാസന്മാർ ഭക്തന്മാർ എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും വൃഥാവായി പോകുകയില്ല. ആമേൻ. ഈ പ്രാർത്ഥന മുഖാന്തരം ഉത്തര ഭാരതത്തിൽ വലിയൊരു ഉണർവ് ഉണ്ടാകും. ദൈവത്തിന്റെ ദാസന്മാർ ഉപയോഗിക്കപ്പെടും. അതുകൊണ്ട് തളർന്നു പോകരുത്, മടുത്തു പോകരുത്, ഉത്സാഹത്തോടെ വീണ്ടും പ്രാർത്ഥന തുടരുവാൻ ദൈവം ഇടയാക്കട്ടെ. हालेलुया. जल्दी से वचन के और हमारे ध्यान आज सुबह के वक्त हम लेकर आएंगे. വേഗത്തിൽ നമ്മുടെ ശ്രദ്ധ വചനത്തിലേക്ക് കൊണ്ടുവരാം. हेब्रानियों के पत्री उसके 4 अध्याय उसके 14 से लेकर 16 तक की आयतों के और हमारे ध्यान हम लेकर आएंगे. हेब्रानियों के पत्री उसके 4 अध्याय उसके 14 से लेकर 16 तक की आयतें. എബ്രായ ലേഖനം 4 അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാവമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. हालेलुया. एक महायाजक जिन्होंने पाप की अलावा हर एक प्रकार की वेदनाओं से पीड़ाओं से होकर गया है, वो हमारे दर्दों को समझने वाला परमेश्वर है. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവൻ അല്ല. हालेलुया. और वहां पर बताया गया है कि वो एक महायाजक है. हालेलुया. हमारे सारे बातों के बारे में जानकारी भी रखने वाला एक महान परमेश्वर भी है. മഹാപുരോഹിതൻ നമ്മുടെ സകല പ്രയാസങ്ങളെ കുറിച്ചും വ്യക്തമായി അറിവുള്ളവൻ. और उसने हालेलुया और एक अनुभव हमारे लिए तैयार करके दिया है ताकि हम उस थ्रोन ऑफ ग्रेस हालेलुया उस आराधना के लिए परमेश्वर के करीब हम आ पाए. മറ്റൊരു വിശേഷമായ അനുഭവം കൂടെ താൻ നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. ആമേൻ. ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുവാനുള്ള ധൈര്യം. हालेलुया. वो कॉन्फिडेंस परमेश्वर ने हमारे लिए तैयार करके दिया है ആ ഒരു ധൈര്യം ആമേൻ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ഒരുക്കി തന്നു, ताकि उसके कृपा की उस उपस्थिति तक हम करीब आ पाए. അവന്റെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുവാൻ കഴിയും. वास्तव में पुराने नियम जब हम पढ़ते हैं उसके उस हालेलुया प्रेज़ लॉर्ड उस थ्रोन ऑफ ग्रेस तक आने के लिए हमारे पास अनुमति नहीं था. ആ കൃപാസനത്തിന് അടുത്ത് ചെല്ലുവാൻ പഴയ നിയമ വ്യവസ്ഥ അനുസരിച്ച് അനുവാദമില്ലായിരുന്നു. हालेलुया. लेविया का पुस्तक उसके 16वें अध्याय उसके पहले आयत की ओर हमारे ध्यान हम लेकर आएंगे. ലേവ്യ പുസ്തകം 16 അധ്യായത്തിന്റെ 1 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം.
അഹരോന്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ അടുത്ത് ചെന്നിട്ട് മരിച്ചുപോയ ശേഷം യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, കൃപാസനത്തിന്മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശ്ശീലയ്ക്കകത്തുള്ള പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിന് മുമ്പിൽ എല്ലാ സമയത്തും വരരുത് എന്ന് അവനോട് പറയണം. हालेलुया। परमेश्वर मूसा के द्वारा हालेलुया अहरोन से कहने के लिए कहता है कि मेरा क्रोध तुझ पर ना भटके, इसके लिए हर समय इस वेदी के पास तू आने का प्रयास ना करे. അവിടെ മോശ മുഖാന്തരം അഹരോനോട് അവൻ അരുളപ്പാടുണ്ടാകുകയാണ്, അവന്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് മരിച്ചതിന് ശേഷം പറയുകയാണ്, കൃപാസനത്തിനടുത്തേക്ക് എപ്പോഴും നീ കടന്നു ചെല്ലരുത്. हालेलुया। क्योंकि कारण है परमेश्वर को जिस प्रकार हम आराधना करना है वैसा जब हम आराधना करने के लिए तैयार नहीं होता है, परमेश्वर का क्रोध हम पर भटकना शुरू हो जाता है. ദൈവസന്നിധിയിൽ നാം ആരാധന കഴിക്കുവാൻ ചെല്ലേണ്ടതുപോലെ ഒരുക്കത്തോടെ ചെല്ലാതെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ക്രോധം നമ്മുടെ മേലിൽ ജ്വലിക്കുവാനിടയാകും. अहरोन का 2 पुत्र वहां पर उनका मृत्यु हो रहा है. അഹരോന്റെ പുത്രന്മാർ മരിച്ചുപോയി. वो जानने के लिए लेविया का पुस्तक उसके 10वें अध्याय उसके पहले आयत पढ़ना बहुत जरूरी है. बुक ऑफ लेविटिकस चैप्टर 10 वर्सेस 1 हम देखना बहुत जरूरी है. അത് മനസ്സിലാക്കണമെങ്കിൽ ലേവ്യ പുസ്തകം തന്നെ 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കണം. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും ഓരോ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യ അഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി. वहां पर बताया गया है कि अहरोन का ही 2 पुत्र परमेश्वर की वेदी के पास आया और वहां पर बलि चढ़ाने के लिए जब आया तो एक स्ट्रेंज फायर हालेलुया वहां पर वे परमेश्वर की वेदी में चढ़ा रहा है. അവിടെ അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും വന്ന് ആമേൻ അവിടെ അന്യ അഗ്നി കത്തിക്കുവാനിടയായി തീർന്നു. ദൈവത്തെ ആരാധിപ്പാൻ വന്നിട്ട് इंग्लिश बाइबल में ऐसा लिखा है कि अनऑथोराइज्ड फायर हालेलुया, जो परमेश्वर ने अनुमति नहीं दिया है ऐसा एक अग्नि वो जलाने के लिए तैयार हो रहा है. അവിടെ ഇംഗ്ലീഷിൽ അൺഓത്തറൈസ്ഡ് എന്ന് പറയുമ്പോൾ ദൈവം അനുവദിച്ചിട്ടില്ലാത്ത, ദൈവസന്നിധിയിൽ അനുവാദമില്ലാതെ ഇരുന്ന അഗ്നി അവർ ദൈവസന്നിധിയിൽ കത്തിച്ചത് നിമിത്തം हालेलुया आर्टिफिशियल आराधना परमेश्वर प्रसन्न नहीं होता है. വളരെ ഉണ്ടാക്കി ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നില്ല. हालेलुया। परमेश्वर कहता है कि हमारे हृदय की गहराई से हम परमेश्वर की आराधना करना जरूरी है. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. तन मन और धन से परमेश्वर की आराधना करने के लिए परमेश्वर ने हमें बुलाया है. ശരീരവും മനസ്സും നിറഞ്ഞ് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. पूरे शक्ति और पूरे सामर्थ्य से परमेश्वर की आराधना करने के लिए बुलाया है. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ ആരാധിക്കണം. हालेलुया। हमें अपने आप एक जीवित बलिदान के द्वारा परमेश्वर के सम्मुख देते हुए उसकी आराधना करने के लिए हमें बुलाया है. ജീവിക്കുന്ന യാഗമായി തന്നെത്താൻ അർപ്പിച്ച് ദൈവത്തെ ആരാധിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. हालेलुया। जब हमें परमेश्वर ने बुलाया है तो हम उस बुलाहट के अनुसार परमेश्वर की आराधना करना बहुत जरूरी है. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്കൊത്തവണ്ണം വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ. यहाँ पर जब अनऑथोराइज्ड फायर जब इन्होंने वेदी पर लेकर आया, वहां पर बताया गया है कि परमेश्वर का आग हालेलुया वेदी में रखा हुआ उस बलिदान को भस्म नहीं कर रहा है, बल्कि बलि चढ़ाने के लिए आए हुए दोनों लोगों को उसका आग भस्म कर रहा है. അവിടെ അവർ കത്തിച്ച തീ ആമേൻ അവിടുത്തെ യാഗവസ്തുവിനെ ഒന്ന് ദഹിപ്പിക്കുകയോ അത് ദൈവത്താൽ അംഗീകരിക്കപ്പെടുകയോ ചെയ്യാതെ ആമേൻ അവർ കൊണ്ടുവന്ന അന്യ അഗ്നി കൊണ്ടുവന്നവരെ അവിടെ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിക്കുവാനിടയായി. ऑफरिंग को जलाने के लिए आग आना चाहिए, അർപ്പിച്ച യാഗവസ്തുവിനെ ദഹിപ്പിക്കുവാനാണ് തീ ഇറങ്ങേണ്ടത്. लेकिन यहाँ पर ऑफरिंग नहीं बल्कि ऑफरर को जलाया जा रहा है. ഇവിടെ അർപ്പിക്കപ്പെട്ട വസ്തുവല്ല, അർപ്പിക്കുവാൻ വന്നവനെ തീ ദഹിപ്പിച്ചു. सोचकर देखिएगा परमेश्वर कितना सीरियस है. ദൈവം എത്ര കാര്യങ്ങളിൽ സീരിയസ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. हमारे परमेश्वर आराधना के विषय में बहुत सीरियस है. ആരാധന എന്ന വിഷയത്തിൽ ദൈവത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന വിഷയം. हम काफी बार आलसी हो जाते हैं, നമ്മൾ ആരാധനയിൽ അലസരാണ്. लेकिन मैं हर एक समय परमेश्वर को धन्यवाद देता हूँ, डरते हुए प्रार्थना करता हूँ कि खुदा आपकी महादया है
कि हमें अभी तक जिंदा रखा है। ഞാൻ എപ്പോഴും ദൈവത്തിന് നന്ദി പറയാറുണ്ട്. നമ്മൾ ഇപ്പോഴും എന്നിട്ടും ജീവനോടിരിക്കുന്നത് ദൈവത്തിന്റെ മഹാദയ ഒന്ന് മാത്രം. हालेलुया। हमारे आराधना के बीच में हम दिखाने वाले हरकतों को जब देखेंगे, हालेलुया, मुझे अपने आप से क्रोध आ जाता है, तो सोचकर देखिएगा सारे बातों को देखने वाला परमेश्वर को कितना गुस्सा आता होगा। ആരാധനയുടെ ഇടയിൽ നടക്കുന്ന ഓരോ കുരുത്തക്കേടുകളും മര്യാദകേടുകളും കാണുമ്പോൾ നമ്മൾക്ക് തന്നെ ദേഷ്യം വരാറുണ്ട്. അങ്ങനെയെങ്കിൽ സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ കാര്യം എന്തായിരിക്കും? हालेलुया। चर्च में बैठकर फेसबुक देखने वाले लोगों को मैंने देखा है। സഭയിൽ ഇരുന്ന് ആരാധനയുടെ ഇടയിൽ ഫേസ്ബുക്ക് നോക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. वहां पर शेयर मार्केट देखने वाले लोगों को मैंने देखा है। അവിടെ ഇരുന്ന് ഷെയർ മാർക്കറ്റ് നോക്കുന്ന ആൾക്കാരുണ്ട്. कहां पर कर रहा है? परमेश्वर की उपस्थिति में कर रहा है। എവിടെ ഇരുന്നാ ചെയ്യുന്നത്? ദൈവ സാന്നിധ്യത്തിൽ. अरे परमेश्वर अपने महिमा के साथ जब उतर कर आता है, हालेलुया, परमेश्वर को हम अपमान कर रहा है, हम उसका हालेलुया इंसल्ट कर रहा है, काफी बार हम समझ नहीं रहे हैं। ദൈവം തന്റെ മഹത്വത്തോടെ ഇറങ്ങി പ്രത്യക്ഷനാകുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യത്തെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്? हम एक कोर्ट रूम में जाते हैं, एक कोर्ट में जब हम जाते हैं, वहां पर उसका कुछ प्रोटोकॉल्स रहता है। प्रोटोकॉल के अनुसार हम यदि खड़े नहीं हैं तो हमारे ऊपर एक्शन लिया जाता है। ഒരു കോടതിയിൽ നമ്മൾ കടന്നു പോയാൽ അവിടെ നമ്മൾ ആയിരിക്കുന്നിടത്തോളം സമയം പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അതിനെ ആദരിക്കാതിരുന്നാൽ, അത് പാലിച്ചില്ലെങ്കിൽ അവിടെ നിയമ നടപടി ഉണ്ടാകും. कोर्ट रूम में फोन भी साइलेंट रखना पड़ता है। കോടതിയിൽ പോയാൽ അവിടെ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കണം. कोर्ट के बीच में कोई फोन उठा नहीं सकते हैं। അവിടെ കോടതി നടക്കുമ്പോൾ അവിടെ മൊബൈൽ ആരും എടുത്ത് സംസാരിക്കാൻ കഴിയത്തില്ല. अरे संसार का कोर्ट में इतना प्रोटोकॉल्स लोग करने के लिए तैयार हैं, परमेश्वर की आराधना करने के लिए जीवित है, परमेश्वर की आराधना करने के लिए आते हैं। हम क्या सर्कस हम दिखा रहे हैं? എന്നാൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ആമേൻ. ഒരു കോടതിയിൽ ഈ ലോകപരമായ നിയമങ്ങളെ ഇത്ര ആദരവോടെ പാലിക്കുമ്പോഴും ദൈവത്തോടുള്ള ബഹുമാനം എവിടെ? एक बार एक ग्रैंडपा अपने बेटा और उसका पोता तीन परिवार एक गाड़ी में आराधना के बाद में घर की ओर लौट कर जा रहा था। ഒരിക്കൽ ഒരു ഭവനത്തിൽ നിന്ന് ആരാധന കഴിഞ്ഞ് ഒരു വല്യപ്പച്ചനും തന്റെ മകനും മകന്റെ മകനും 3 തലമുറ ഒരുമിച്ച് ഒരു വണ്ടിയിൽ ആരാധനയ്ക്ക് ശേഷം യാത്ര ചെയ്യുക. गाड़ी में आराधना के बाद जब जा रहा है तो आराधना का विषय वहां पर बहुत बड़ा चर्चा बन जाता है। ആരാധന കഴിഞ്ഞു പോകുമ്പോൾ അന്നുണ്ട ആരാധനയെ കുറിച്ച് വലിയൊരു ചർച്ച നടക്കുകയാണ് വണ്ടിക്കകത്ത്. आप लोग करते हैं? मुझे नहीं पता। നിങ്ങൾ ചെയ്യാറുണ്ടോ അങ്ങനെ? घर आकर आज की आराधना, अरे पास्टर साहब का प्रचार उतना ठीक नहीं था, आज वो गाना गाना नहीं चाहिए था, अरे फलाना व्यक्ति ने बताया गवाही, क्या गवाही है ना। हम चर्चा करते हैं, है ना, वो हमारा एक चर्चा विषय बन जाता है। അന്നത്തെ ആരാധനയെ കുറിച്ച് ഇന്നയാളുടെ സാക്ഷ്യം അതെന്തുവായിരുന്നു, ഇന്ന പാട്ട് അതെങ്ങനെയാ പാടിയത്, കർത്തൃദാസൻ പുള്ളിക്കാരൻ എന്തുവായി പ്രസംഗിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകാറുണ്ട്. आप लोग शायद ऐसा नहीं बोलते होंगे, आप बहुत अच्छे लोग हैं, लेकिन ऐसे करने वाले लोग हैं। നിങ്ങൾ ഒരു പക്ഷെ നല്ല ആൾക്കാരാ, നിങ്ങൾ ആരും അങ്ങനെ ചെയ്യുന്നവരല്ല, എന്നാൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. अपचन जैसे ही गाड़ी में बैठा, अपचन और बेटा बोल रहा है कि आज क्या हो रहा था, आज की आराधना में ये था, वो था, ऐसा था, वैसा था, सब चर्चाएं करते हुए जा रहा है। ആ വണ്ടിയിലേക്ക് കയറിയപ്പോൾ തന്നെ വല്യപ്പച്ചനും തന്റെ മകനും കൂടെ ആമേൻ ആരാധനയെ കുറിച്ച് വിമർശനങ്ങൾ ആരംഭിച്ചു. हालेलुया। काफी समय तक ये जो पोता है वो इस बातों को सुन रहा है। കുറെ സമയമായിട്ട് ഈ കൊച്ചുമകൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. करीबन आधा घंटा हो गया, पौने घंटा, 45 मिनट्स हो गया, तब तक ये बेटा सबसे पीछे के सीट में बैठा था, वो इतना डिस्टर्ब्ड हो गया। वो कहा कि अपचा कुछ भी बोलो, 10 रुपए में हमने बहुत बड़ा एक शो देकर वापस आ गया है। ഈ കൊച്ചുമകൻ അവൻ ഏറ്റവും പുറകിലത്തെ സീറ്റിൽ ഇരിക്കുകയായിരുന്നു. അവൻ കുറെ നേരമായി, അരമണിക്കൂർ 3/4 മണിക്കൂറായിട്ടും ഇവരുടെ ഈ ബഹളം കേട്ടിട്ട്, ഇവരുടെ ഈ സംസാരം കേട്ടിട്ട് താൻ ഇവരുടെ മേലിൽ ഒരു കമന്റ് പറയുക, അപ്പച്ച എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അപ്പച്ചൻ 10 രൂപ കൊടുത്തിട്ട് നല്ല ഒരു ഷോ കണ്ടിട്ടല്ലേ വരുന്നത്. हालेलुया। क्योंकि अपचन 10 रुपए ही ऑफरिंग डाला है, और आपने अगर 10 रुपए ऑफरिंग डाला है तो उसके हिसाब से बहुत बढ़िया शो आपने देकर आया है।
10 രൂപയാണ് താൻ ഓഫറിംഗ് ബാഗിൽ ഇടുന്നത്. താൻ കൊച്ചുമകൻ കളിയാക്കി പറയുക 10 രൂപ കൊടുത്തിട്ട് അപ്പച്ചൻ നല്ലൊരു ഷോ കണ്ടിട്ടല്ലേ വരുന്നത്. आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലായോ? हालेलुया। अगला पीढ़ी हमें देखकर कैसा परमेश्वर में बढ़ेंगे, कैसा परमेश्वर में मजबूत होने वाले हैं। നമ്മളെ കണ്ടിട്ട് വരുന്ന ഒരു തലമുറ ദൈവത്തിൽ എങ്ങനെ വളരും, അവരെന്താ നമ്മളിൽ നിന്ന് പഠിക്കുന്നത്? हमारे चर्चाएं जब वे सुनते हैं, वास्तव में वे परमेश्वर में मजबूत हो रहा है या मसीह से वे दूर हट रहे हैं? നമ്മുടെ ഭവനങ്ങളിലെ സംസാരങ്ങളും ചർച്ചകളും കേട്ടിട്ട് ഈ കുഞ്ഞുങ്ങൾ കർത്താവിൽ വളരുകയാണോ, അതോ ആമേൻ എത്ര ദൂരം പോകാമോ അത്രയും കർത്താവിൽ നിന്ന് അകന്നു പോവുകയാണോ? हालेलुया। मेरा प्रेज़ लॉर्ड कलीसियाओं में मैंने सुना है, जो बच्चे हैं वो कुछ समय के लिए बाहर पढ़ के जब वापस आते हैं, छुट्टी के लिए आते हैं, वो कहता है कि पास्टर अंकल हम तो चर्च आना ही नहीं चाहते हैं, क्योंकि वहां के अंकलों का हरकतों को हमने इतना देख चुका है, हमें परमेश्वर से भी बहुत ही दूर हटने का मौका हुआ है। ചില കുഞ്ഞുങ്ങൾ യൗവനക്കാർ അവര് ദൂരദേശങ്ങളിൽ പഠനത്തിനായി കടന്നു പോയിട്ട് തിരിച്ചു വരുമ്പോൾ, അവധിക്ക് വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് വളരെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ അങ്കിളെ ചർച്ചിൽ വരണമെന്നുണ്ട്, പക്ഷെ വരുവാൻ ഇപ്പോൾ താല്പര്യമില്ല. ആമേൻ. കാരണം അവിടെയുള്ള അങ്കിളുമാരുടെ ഓരോ സ്വഭാവ രീതികൾ കാണുമ്പോൾ ദൈവത്തോട് പോലും അകന്നു പോകുന്ന, അങ്ങോട്ട് വരണമെന്നേ തോന്നാത്ത ഒരു അനുഭവത്തിലാണ് ഞങ്ങളായിരിക്കുന്നത്. हालेलुया। दूसरे बच्चों को वो करेक्ट करते हैं, लेकिन अपने बच्चों का विषय जब आता है तो वो कुछ नहीं बोलता है, चुपचाप रहता है। മറ്റുള്ള കുഞ്ഞുങ്ങളെ എല്ലാം നന്നാക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ പറയും, എന്നാൽ സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ ആരുടെയും വായിൽ നാക്കില്ല. हालेलुया। प्रेज़ लॉर्ड। हम अगला पीढ़ी को परमेश्वर के लिए तैयार करने के लिए हम प्रार्थना कर रहे हैं, हम उपवास कर रहे हैं, हम उनके लिए दौड़ रहे हैं, लेकिन उसका बैकग्राउंड एक गलत तरीके से प्रिपेयर किया जा रहा है। അനേകരെ നന്നാക്കുവാൻ നമ്മൾ ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പുറകിൽ നടക്കുന്ന പല ചരിത്രങ്ങളും വ്യത്യസ്തമായി മാറുകയാണ്. हालेलुया। हमारा कंट्रीब्यूशन परमेश्वर की सेवकाई के लिए किस प्रकार का है, हम इन दिनों में परख कर देखना बहुत जरूरी है। ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം. यहाँ पर जब एक अन्य अग्नि वहां पर जब जलाया जाता है, परमेश्वर का क्रोध उनके खिलाफ यहाँ पर भटक रहा है। അവിടെ അഗ്നി കത്തിച്ചവരുടെ മേലിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ടവരെ ദഹിപ്പിക്കുവാനിടയായി. हालेलुया। परमेश्वर के वचनों में अलग अलग लोग हैं जिन्होंने ऐसे अनुभव से होकर गया है, जो परमेश्वर का क्रोध अनुभव किया है। ദൈവവചനത്തിലുടനീളം അനേകരെ നമ്മൾക്ക് കാണുവാൻ കഴിയും. ദൈവകോപം ജ്വലിച്ച് ദൈവസന്നിധിയിൽ നശിച്ചു പോയവർ. हम कहते हैं कि नया नियम में जब हम आते हैं तो परमेश्वर की कृपा इतना ज्यादा है कि परमेश्वर सारे बातों को माफ कर देता है। നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ കൃപ ഇത്ര അധികമാ, കൃപാസനത്തിന് അടുത്ത് ചെല്ലാൻ, ധൈര്യത്തോടെ ചെല്ലാനുള്ള ധൈര്യം തന്നിട്ടുണ്ട്. लेकिन अननियास और सफीरा के जिंदगी का इतिहास भी हमें बहुत ही गंभीर तौर से परमेश्वर की ओर देखने के लिए तैयार करता है। എന്നാൽ പുതിയ നിയമത്തിൽ അനനിയാസിന്റെയും സഫീരയുടെയും ജീവിതത്തിൽ ഉണ്ടായ അനുഭവം നമ്മൾ വാസ്തവത്തിൽ ഭയത്തോടെ ദൈവത്തെ നോക്കുവാനുള്ള ഒരു മാതൃകയാണ്. पवित्र आत्मा नया नियम में भी बहुत ही स्ट्रिक्ट है। हालेलुया। वो वचनों से आए या दाए नहीं मुड़ता है। പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവ് വളരെയധികം ശ്രദ്ധാലുവാണ്, പ്രാധാന്യം ജീവിതത്തിന് ശരിക്കും നൽകുന്നുണ്ട്. हालेलुया। ऐसे बहुत सारी घटनाएं परमेश्वर के वचनों में नया नियम में भी हम देखते हैं। പുതിയ നിയമത്തിലും അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ നമ്മൾക്ക് കാണുവാൻ കഴിയും. लेकिन हम प्रचार करते हैं परमेश्वर की कृपा के कारण। നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ദൈവത്തിന്റെ കൃപ കാരണം. लेकिन वो एक कॉइन का एक साइड है, दूसरा साइड परमेश्वर क्रोध करने वाला या बहुत ही सीरियसली अपने लोगों की ओर देखने वाला एक परमेश्वर भी है। കൃപ എന്ന് നമ്മൾ എപ്പോഴും പറയുമ്പോൾ അത് നാണയത്തിന്റെ ഒരു വശമാണ്. മറുഭാഗത്ത് ദൈവം ജീവിത വിശുദ്ധിയെ കുറിച്ചും ആ കാര്യങ്ങളിലും ദൈവം വളരെ പ്രാധാന്യം കൊടുക്കുന്നു. नादाब और अबीहू अहरोन का, वहां का महायाजक का बेटा है, लेकिन उनके ऊपर भी परमेश्वर ने दया नहीं दिखाया। അവിടെ നാദാബും അബീഹൂവും എന്ന് പറയുന്നത് മഹാപുരോഹിതന്റെ മക്കളാണ്, പക്ഷെ അവരുടെ വിഷയത്തിൽ പോലും ദൈവം വളരെ സീരിയസ് ആണ്. अरे परमेश्वर ने कहा कि अरे वो महायाजक का बच्चे हैं, इसके लिए हम छोड़ देंगे नहीं। परमेश्वर सभी लोगों के साथ एक समान ही न्याय करता है। ദൈവത്തിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു, മഹാപുരോഹിതന്റെ മക്കളല്ലേ വിട്ടുകളഞ്ഞേക്കാം എന്ന് പറയാമായിരുന്നു. പക്ഷെ ദൈവം അങ്ങനെയല്ല.
ദൈവത്തിന് എല്ലാവരുടെയും കാര്യം ഒരുപോലെയാണ്. इसके लिए 16वें अध्याय जब हमने पढ़ा, वहां पर अहरोन कोई भी बातें परमेश्वर के खिलाफ नहीं बोल रहा है, क्योंकि उन्हें पता है जो हुआ है वो हमारे तरफ से गलती ही हुआ है. അതുകൊണ്ടാണ് 16-ാം അധ്യായം വരുമ്പോൾ അഹരോൻ മൗനമായിരിക്കുന്നത്. കാരണം ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കുമെന്നുള്ളത് അഹരോന് തിരിച്ചറിവുണ്ടായി. पुराने नियम में हम देखते हैं कि उल्पत्ति की किताब उसके 22वें अध्याय में हालेलुया अब्राहम और इसहाक बलि चढ़ाने के लिए जाने वाला अनुभव को वहां पर पढ़ते हैं. ഉൽപ്പത്തി 22-ാം അധ്യായത്തിൽ അബ്രഹാമും ഇസഹാക്കും യാഗമർപ്പിക്കുവാൻ പോയ കാര്യം നമ്മൾക്കറിയാം. लेकिन वहां पर मेमना परमेश्वर इसहाक के बदले परमेश्वर तैयार करके दे रहा है. എന്നാൽ അവിടെ ഇസഹാക്കിന് പകരമായി ദൈവം ഒരു ആട്ടിൻകൊറ്റനെ കരുതി കൊടുക്കുവാനിടയായി. क्योंकि इसहाक का मृत्यु के द्वारा वहां पर किसी को उद्धार नहीं मिलने वाला, इसके लिए उसके बदले एक सब्स्टिट्यूट, एक मेमना को परमेश्वर तैयार करके दे रहा അവിടെ है. ഇസഹാക്ക് മരിച്ചത് കൊണ്ട് ആർക്കും ഒരു രക്ഷയും ലഭിക്കുവാൻ പോകുന്നില്ല എന്നുള്ള കാരണത്താൽ ദൈവം ഇസഹാക്കിനെ പകരമായി ഒരു ആട്ടിൻകൊറ്റനെ കൊല്ലുവാൻ യാഗമർപ്പിക്കുവാനിടയായി. बुक ऑफ एक्सोडस चैप्टर 12 में हम देखते हैं हालेलुया 10वें दिन एक मेमना को तैयार करना है करके परमेश्वर मूसा के द्वारा अपने लोगों से कहता है. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, മോശ മുഖാന്തരം ജനത്തോട് അരുളി ചെയ്യുകയാണ്, 10ാമത്തെ ദിവസം നിങ്ങൾ ഒരു ആട്ടിൻകുട്ടിയെ ഒരുക്കി നിർത്തണം. और उसके 14th डे 14वें दिन में उसी मेमना को हालेलुया बलि चढ़ाने के लिए तैयार होना है. 14ാമത്തെ ദിവസം നിങ്ങൾ ഒരുക്കി നിർത്തിയ ആട്ടിൻകുട്ടിയെ ആമേൻ യാഗമർപ്പിക്കണം. हालेलुया उसका लहू आपके लिए प्रोटेक्शन के लिए कारण रहेगा. ആ ആട്ടിൻകുട്ടിയുടെ രക്തം നിങ്ങൾക്ക് സുരക്ഷയായിരിക്കും. और उसका मांस तुम्हारे लिए आगे की यात्रा के लिए शरीर में बल देने के लिए कारण हो जाएगा. അതിന്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആരോഗ്യമായി തീരും. आमीन. उसे किस प्रकार तैयार करना है, सारे बातें वहां पर बताया गया है. അതിനെ എങ്ങനെ ഒരുക്കണം, പാകം ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ആ അധ്യായത്തിലുണ്ട്. सोचकर देखिएगा, वो मेमना उस घर का एक पेट बन गया है, हालेलुया वो घर का एक सदस्य बन गया है, लेकिन फिर भी हालेलुया उसे परमेश्वर के लिए बलि चढ़ाने के लिए परमेश्वर कह रहा है. ആ ഭവനത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുന്ന ഭവനത്തിലെ ഒരു അംഗം പോലെ ആയിരിക്കുന്ന ആ ആട്ടിൻകുട്ടി ആ ഭവനത്തിൽ ദൈവനാമത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി യാഗമായി തീരുക. उसका लहू जब द्वार पे लगाते हैं, हालेलुया मृत्यु का दूध वहां से जब जाता है, वो इस घर को छोड़कर अगले घर के लिए चले जाता है. ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടളമേൽ കുറുമ്പടിമേൽ പുരട്ടുമ്പോൾ അത് അവർക്കൊരു സംരക്ഷണമായി മാറി. हालेलुया वो ब्लड उनके लिए प्रोटेक्शन बन रहा है. ആ രക്തം അവർക്ക് സംരക്ഷണം. और वो मांस जो है वो उनके लिए यात्रा करने के लिए परमेश्वर उन्हें बल देने के लिए कारण हो रहा है. ആട്ടിൻകുട്ടിയുടെ മാംസം ഭക്ഷിക്കുമ്പോൾ അവർക്ക് അത് ആരോഗ്യമായി മാറി. हालेलुया केवल उल्पत्ति और निर्गमन की किताब नहीं, बाकी जब लेविया के पुस्तक में आता है हालेलुया उसका बहुमूल्यताओं को भी वहां पर हमें समझा रहा है. കേവലം ഉൽപ്പത്തി പുറപ്പാട് പുസ്തകങ്ങളിൽ മാത്രമല്ല യാഗമർപ്പിക്കുന്ന വിഷയത്തിൽ പ്രാധാന്യപരമായി സംസാരിച്ചിരിക്കുന്നത് ലേവ്യ പുസ്തകത്തിലാണ്. हालेलुया और नया नियम में मसीह यीशु का क्रूस मृत्यु का एक इमेज को पोर्ट्रेट किया है इस लेविया के पुस्तक के द्वारा. പുതിയ നിയമത്തിൽ യേശു വന്ന് യാഗമായി തീരുന്ന ആ അനുഭവത്തിന്റെ മുഴുവൻ ചരിത്രത്തെയും ആമേൻ അതിനെ നിഴലായി പൊരുളായി ആമേൻ ലേവ്യ പുസ്തകത്തിൽ വ്യക്തമായി നമ്മൾ കാണുന്നു. और फिर हेब्रानियों के पत्र में हम पढ़ते हैं, come to the throne of grace with confidence, उस हिम्मत के साथ, उस हियाव के साथ हालेलुया परमेश्वर की उपस्थिति की ओर तुम करीब आ जाओ करके परमेश्वर ने अनुमति दे रहा है. എബ്രായ പുസ്തകത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ വായിച്ചു, ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് വരണം. हालेलुया प्रेस लॉर्ड. पहले हिम्मत नहीं था परमेश्वर की कृपा के उस प्रेस लॉर्ड उस थ्रोन तक आने के लिए. പണ്ട് നമ്മൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല, അവന്റെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുവാൻ അനുവാദം പോലും ഉണ്ടായിരുന്നില്ല. हालेलुया. यहाँ पर उस लेविया के पुस्तक 16वें अध्याय में काफी गंभीर बातें हैं जो परमेश्वर के लोग उसको मानना जरूरी था. ആ 16-ാം അധ്യായത്തിൽ ദൈവജനം അനുസരിക്കേണ്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. हालेलुया. उसके 16वें अध्याय की दूसरे आयत को हम पढ़ेंगे.
രണ്ടാം വാക്യം, കൃപാസനത്തിൻ മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശ്ശീലയ്ക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിന് മുമ്പിൽ എല്ലാ സമയത്തും വരരുത്. हर समय उस वेदी के पास नहीं आना है, എല്ലാ സമയത്തും കൃപാസനത്തിന് അടുത്ത് വരരുത്. क्योंकि परमेश्वर महिमा के साथ वहां पर उतर कर आ रहा है. ദൈവം തന്റെ മഹത്വത്തിൽ അവിടെ വെളിപ്പെടുന്ന ഇടമാണ്. परमेश्वर को आमने सामने देखने का हिम्मत हमारे अंदर नहीं है. ദൈവത്തെ നേരിട്ട് കാണുവാനുള്ള ആ കഴിവ് നമ്മൾക്കില്ല. और जब आते हैं तो किस प्रकार तैयारी के साथ आना है वो भी वहां पर उस तीसरे आयत से वहां पर बताया गया है. എന്നാൽ കൃപാസനത്തിന് അടുത്ത് വരുമ്പോൾ നമ്മൾ എങ്ങനെ ഒരുക്കമുള്ളവരായി ചെല്ലണം എന്നുള്ളത് അവിടെ അഹരോൻ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. तीसरे आयत से हम जल्दी से देखेंगे. പാപയാഗത്തിന് ഒരു കാളക്കിടാവിനെയും ഹോമയാഗത്തിന് ഒരു ആട്ടിൻകൊട്ടിനോടും കൂടെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കണം. അവൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള വിശുദ്ധമായ അങ്കി ധരിച്ച് ദേഹത്തിൽ പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയിട്ട് പഞ്ഞിനൂൽ കൊണ്ടുള്ള നടുക്കെട്ട് കെട്ടി പഞ്ഞിനൂൽ കൊണ്ടുള്ള മുടിയും വയ്ക്കണം. ഇവ വിശുദ്ധ വസ്ത്രമാകിയാൽ അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് അവയെ ധരിക്കണം. അവൻ ഇസ്രായേൽ മക്കളുടെ സഭയുടെ പക്കൽ നിന്ന് പാപയാഗത്തിന് 2 കോലാട്ടുകൊറ്റനെയും ഹോമയാഗത്തിന് ഒരു ആട്ടുകൊറ്റനെയും വാങ്ങണം. कहां से लेना है? 5वीं आयत में बताया गया है कि इस्राएल के लोगों से 2 मेमनाओं को लेना है बलि चढ़ाने के लिए. ഇസ്രായേൽ മക്കളുടെ പക്കൽ നിന്ന് 2 കോലാട്ടുകൊറ്റനെയും ഒരു ആട്ടുകൊറ്റനെയും വാങ്ങണം. और उससे पहले क्या क्या वस्त्र पहना है, किस प्रकार आना है, नहाकर तैयार होकर आना है, सारे बातें वहां पर बताया गया है. അവിടെ വെള്ള വിശുദ്ധമായ പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രം ധരിക്കണം, കുളിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എഴുതിയിട്ടുണ്ട്. शुद्ध होकर पवित्र होकर परमेश्वर की उपस्थिति में आने के लिए कहा गया है. വളരെ ശുദ്ധിയുള്ളവരായി വിശുദ്ധിയോടെ അവിടെ കൃപാസനത്തിനടുത്ത് ചെല്ലണം. हालेलुया. बहुत सारे नियम है जहां पर इस महायाजक अपने आप को तैयार करके वेदी के पास आना जरूरी ആ है. മഹാപുരോഹിതൻ സ്വയമായി ഒരുക്കി ചെല്ലേണ്ട അനേക വ്യവസ്ഥകൾ അവിടെ ഉണ്ട്. हालेलुया. लेकिन आजकल वो सीरियसनेस किसी को नहीं रहता है. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇതിന്റെ ഒന്നും പ്രാധാന്യം ആരും എടുക്കാറില്ല. हालेलुया. प्रेज़ लॉर्ड. परमेश्वर की आराधना करने के लिए जब हम आते हैं परमेश्वर बहुत सीरियस रहता है, उसके अनुसार हम तैयार होकर आना बहुत जरूरी है. ഇന്ന് ആരാധനയ്ക്ക് അടുത്ത് വരുമ്പോൾ വളരെ പ്രാധാന്യതയോടെ വിശുദ്ധിയോടെ ഒരുക്കമുള്ളവരായി കടന്നു വരണം. हालेलुया. यहाँ पर बहुत सारी बातें बताने के, लेकिन समय खत्म होने के कारण जल्दी से मैं कुछ बातें को जल्दी से बताकर समाप्त करना चाहूंगा. പെട്ടെന്ന് എന്തെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ये 2 मेमनाओं को लेकर परमेश्वर की उपस्थिति में आना है. അവിടെ 2 കോലാട്ടുകൊറ്റനെയും കൂട്ടിക്കൊണ്ട് അവിടെ ആലയത്തിൽ വരികയാണ്. हालेलुया. और उसमें एक को परमेश्वर की वेदी पर बलि चढ़ाना है. അതിൽ ഒന്നിനെ അവിടെ യാഗം അർപ്പിക്കണം. हालेलुया. और जब वेदी पर चढ़ाते हैं पूरा इस्राएल का हर एक लोगों का हर एक गुनाहों को उठाकर परमेश्वर के ऊपर परमेश्वर से प्रार्थना करते हुए इस वेदी पर इसको बलि चढ़ाने के लिए तैयार होना है. അതിൽ ഒന്നിനെ അവിടെ അവർ യാഗം അർപ്പിക്കുന്നു. സകല ഇസ്രായേലിന്റെയും പാപത്തിന്റെ പ്രായശ്ചിത്തമായി ആ ഒരു കോലാട്ടുകൊറ്റനെ അവർ യാഗം അർപ്പിക്കുന്നു. हालेलुया. इससे पहले हालेलुया उस 8वीं आयत में उसके लिए चीट डाला जाता है. അവിടെ 8ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ ആ 2 കോലാട്ടുകൊറ്റന്റെ പേരിൽ ചീട്ടിടുന്നുണ്ട്. उसका एक को वेदी पर चढ़ाया जाएगा, एक को अलग कार्य के लिए तैयार किया गया है. ഒന്നിനെ ആ ചീട്ട് വീണതിൽ ഒന്നിനെ യാഗം അർപ്പിക്കും, ഒന്നിനെ മാറ്റി നിർത്തും. और ये महायाजक जिसका वेदी पर चढ़ाया गया है उसका खून लेकर हर एक जगह पर वो स्प्रिंकल करता है ताकि उसे पवित्र करने पाए. ആ യാഗം അർപ്പിക്കാൻ പോകുന്ന അതിനായി അറുക്കുന്ന മൃഗത്തിന്റെ രക്തം എടുത്ത് അവിടെ തളിച്ച് അവിടെ എല്ലാം ശുദ്ധീകരിക്കും. और दूसरा जो मेमना वहां पर खड़ा है वो तो इंतजार कर रहा है कि इस बार तो मैं छूट गया, आज तो मुझे छोड़ दिया जाएगा. उसके ऊपर क्योंकि दूसरा मेमना वहां पर मृत्यु के लिए सहने के लिए तैयार हुआ है. എന്നാൽ അവിടെ ചീട്ട്
ഇട്ടിട്ട് മാറ്റി നിർത്തിയ മറ്റേ ആട് എങ്ങനെ വിചാരിക്കും, രക്ഷപ്പെട്ടു ഈ പ്രാവശ്യം എനിക്ക് പകരം അവൻ മരിച്ചു, അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം രക്ഷപ്പെട്ട് ഓടിപ്പോകുവാൻ അവസരം കിട്ടും. लेकिन वहां पर लिखा गया है that is the scapegoat, I mean बलि का बकरा है, I mean उसको परमेश्वर ने एक अलग कार्य के लिए तैयार किया गया है. എന്നാൽ നമ്മൾ വായിക്കുന്നുണ്ട് ആമേൻ, അവിടെ ആ മാറ്റി നിർത്തിയ ആ ആടെന്ന് പറയുന്നത് ആമേൻ ബലി അർപ്പിക്കപ്പെടുവാൻ ഉണ്ടായിരുന്നതാണ്. എന്നാൽ അവനും ആമേൻ ചീട്ട് വീണ മാറ്റി I mean നിർത്തപ്പെട്ടിരിക്കുക. एक मेमना को वेदी पर चढ़ाकर उसे परमेश्वर के लिए बलि चढ़ाया करके हमने वहां पर पढ़ा है. ഒരു കോലാട്ടുകൊട്ടിനെ ചീട്ട് വീണു, അതിനെ ഓൾറെഡി യാഗം അർപ്പിച്ചു എന്ന് നമ്മൾ और വായിക്കും. वहां पर ऐसा लिखा गया है कि अहरोन उस वेदी में से I mean उस जलते हुए उस कोयला को उठाकर इस वेदी पे डालकर इसका बलि उसको चढ़ा रहा है. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ യാഗപീഠത്തിന്മേലുള്ള തീക്കനൽ ഒരു കലശത്തിൽ നിറച്ച് അത് അവിടെ അഹരോൻ എടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. हालेलुया. यदि I mean वेदी पर आग या कोयला है तो उसका मतलब हर एक समय वो बुझे बिगर आग जलते हुए जा रहा है. അവിടെ ധൂപവർഗം കത്തിക്കുവാൻ തീക്കനൽ എടുത്തു എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും കത്തുന്ന അണഞ്ഞു പോകാത്ത തീ കത്തിക്കൊണ്ടിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. हालेलुया. एक समस्या जब आता है या परमेश्वर के पास जब हम आते हैं, हमारे वेदी पर हर एक समय आग जलते हुए रहना बहुत जरूरी है. നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, നമ്മൾ ഹല്ലേലൂയ കൃപാസനത്തിന് അടുത്ത് ചെല്ലുമ്പോൾ, നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ അവിടെ അണയാതെ എപ്പോഴും തീ കത്തിച്ചുകൊണ്ടിരിക്കണം. हमारे घर में एक वेदी हर एक समय तैयार होना बहुत जरूरी है. നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഈ കത്തുന്ന ഒരു പീഠം ഉണ്ടായിരിക്കണം. हालेलुया. प्रार्थना का वेदी हर एक समय तैयार रहना जरूरी है. പ്രാർത്ഥന എന്ന ആ പീഠം നമ്മളെപ്പോഴും തീ കത്തിച്ചുകൊണ്ടേയിരിക്കണം. आग कभी ना बुझने पाए. തീ ഒരിക്കലും हर കെട്ടുപോകരുത്. एक समय वो आग जब जलते रहेगा तो ही उस I mean उस कोयला में से उठाकर परमेश्वर के पास लेकर आकर उसे हम बलि चढ़ा पाएंगे. കത്തുന്ന തീ അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ മാത്രമേ അതിൽ നിന്ന് കനലെടുക്കുവാൻ നമ്മൾക്ക് കഴിയുകയുള്ളൂ. नहीं तो हम आर्टिफिशियल फायर हम क्रिएट कर रहे हैं. അല്ലെങ്കിൽ പിന്നെ അന്യ അഗ്നി കൊണ്ടുവരേണ്ടതായി वരും. I mean स्ट्रेंज फायर हम जब जलाते हैं परमेश्वर उस पर प्रसन्न नहीं होगा. അവിടെ തീ കെട്ട് അന്യ അഗ്നി കൊണ്ടുവന്നു കഴിയുമ്പോൾ പിന്നെ ദൈവക്രോധം ജ്വലിക്കുവാനിടയായി. आजकल चर्च में लोग है ना आर्टिफिशियली स्मोक बनाते हैं. I mean एक एम्बियंस बढ़ाने के लिए. ഇന്നത്തെ കാലത്തെ തലമുറകള് ആലയത്തിനകത്ത് പുക കൊണ്ടുവരികയാണ്, അവർക്കൊരു ഫീലിംഗ് ഉണ്ടാക്കാൻ. हालेलुया. बड़े बड़े लाइट्स लगाते हैं, डांसिंग लाइट्स लगाते हैं स्टेज में और आर्टिफिशियल स्मोक लगाते हैं ताकि एक वाइब मिले, एक I mean उसका एक मजा मिलने के लिए I mean आर्टिफिशियली सब कुछ क्रिएट किया जा रहा है. ഇന്നത്തെ ചർച്ചുകൾക്കകത്തൊക്കെ അങ്ങനെ മിന്നിമറിയുന്ന വെട്ടങ്ങളും ആമേൻ പുക വരുന്ന ലൈറ്റുകളും അങ്ങനെയുള്ളതെല്ലാം വെച്ച് അവര് ഒരു പ്രത്യേക ഫീലിംഗ്സ് ഉണ്ടാക്കുവാനായിട്ട് നോക്കുകയാണ്. संसार को कलीसिया के अंदर लेकर आने का कोशिश कर रहा है. ലോകം സഭയ്ക്കകത്ത് വരുന്ന അനുഭവമാണ്. अरे परमेश्वर ने कलीसिया को संसार से दूर रखा है. ദൈവം സഭയെ ലോകത്തിൽ നിന്ന് മാറ്റി आप നിർത്തിയിരിക്കുകയാണ്. संसार को कलीसिया के अंदर लेकर आने का अनुमति नहीं है, वो हम जानना बहुत जरूरी है. ലോകത്തെ സഭയ്ക്കകത്ത് കൊണ്ടുവരുവാൻ നമ്മൾക്ക് അനുവാദമില്ല. लेकिन जब हम ऐसा करते हैं तब परमेश्वर का क्रोध हम पर भटकना शुरू होता है. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവകോപം നമുക്കെതിരെ ജ്വലിക്കും. और यहाँ पर दूसरा जो मेमना है उसे हालेलुया उसके ऊपर I mean महायाजक और पूरे इस्राएलियों का पाप हालेलुया I mean इकट्ठा करके इस मेमना के सिर में हाथ रखकर उसके ऊपर वो पूरा पाप I mean उसके ऊपर डाल देता है. ഈ പകരമായി മാറ്റി നിർത്തപ്പെട്ട കോലാട്ടുകൊട്ടിനെ കൊണ്ടുവന്ന അഹരോൻ മഹാപുരോഹിതൻ സകല ഇസ്രായേൽ മക്കളുടെയും പാപത്തെ ഒരുമിച്ച് ആമേൻ അതിന്റെ തലയിൽ കൈവച്ച് അതിന്മേൽ ചുമത്തു. हालेलुया. पूरा इंपॉर्टेशन करता है ताकि ये सारे पाप इस मेमना के ऊपर आ जाए. ഈ പാപം മുഴുവനും അതിന്റെ മേളിലേക്ക് കൊടുക്കും. हालेलुया. और फिर इसको फाटक के बाहर उसको छोड़ा जाता है. പിന്നീട് അതിനെ പിടിച്ചു കൊണ്ടുപോയി പാളയത്തിന് പുറത്തു വിടും. इसके लिए सिर में हाथ जब रखा जाता है बड़े ध्यान से रखवाना
हर एक लोगों से सिर में हाथ रखवाने का कोशिश ना करिएगा। അതുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ പോയി എല്ലാവരുടെയും കൈവപ്പ് വാങ്ങാൻ പോകരുത്. हालेलुया, क्योंकि क्या क्या इंपार्टेशन मिलने वाला है कोई पता नहीं रहेगा। എന്തൊക്കെ പകർച്ചയാ ഉണ്ടാകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. हालेलुया, यदि अच्छा आत्मा उन्हें नियंत्रण नहीं कर रहा है तो आपकी जिंदगी में अनुग्रह के बदले बुराई हो सकता है। അവരെ ദുഷ്ടാത്മാവ് നയിക്കുന്ന വ്യക്തികളാണെങ്കിൽ അനുഗ്രഹത്തിന് പകരം ഒരു പക്ഷേ പ്രയാസമായി മാറും. आमीन। कुछ लोग है कोई भी आए सिर में हाथ रखने के लिए सिर दे देता है। ചില ആൾക്കാരുണ്ട് ആരെ കിട്ടിയാലും പിടിച്ച് തലയിൽ കൈവെപ്പിക്കും. सिर में बाल खत्म हो जाएगा लेकिन अनुग्रह नहीं मिलेगा। തലയിലെ മുടി പോകുമെന്നല്ലാതെ ഒരു അനുഗ്രഹവും ഉണ്ടാകില്ല. हालेलुया, प्रेज़ लॉर्ड। एक बार मेरे एक दोस्त परमेश्वर के दास के साथ जब बातें कर रहा था, उन्होंने कहा कि पास्टर साहब मेरे सिर का पूरा बाल इसके लिए गिरा है क्योंकि बहुत सारे लोगों ने मेरे सिर में हाथ रख के प्रार्थना किया है। ഒരിക്കലും ഒരു സഹോദരനെ കണ്ടപ്പോൾ താൻ ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു, പാസ്റ്റർ എന്റെ മുടി മുഴുവനും പോയി, കാരണം എല്ലാവരും കൈവച്ച് പ്രാർത്ഥിച്ച് എന്റെ മുടി മുഴുവൻ പോയി. बाल गिरेगा लेकिन अनुग्रह नहीं मिलेगा। മുടി പോകും പക്ഷെ അനുഗ്രഹം ഉണ്ടാകില്ല. हालेलुया, इसके लिए हर एक लोगों से सिर में हाथ रखवा के प्रार्थना ना करिएगा। അതുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ പോയി കൈവച്ച് പ്രാർത്ഥിപ്പിക്കരുത്. हालेलुया, क्योंकि यहाँ पर जो बताया गया है पूरा लोगों का अधर्म पापों को लेकर ये महायाजक इस मेमना के सिर में हाथ रखकर इस पूरा पाप और श्राप इसके ऊपर डालकर इसे फाटक से बाहर बेचा जा रहा है। സകല മനുഷ്യരുടെയും പാപത്തെ ചൊല്ലി പറഞ്ഞ് ഈ മഹാപുരോഹിതൻ ഈ പകരമായി നിർത്തിയിരിക്കുന്ന കൊലാട്ടുകൊട്ടിന്റെ തലമേൽ കൈവച്ച് അതിന്മേൽ പാപം ചുമത്തി അതിനെ പാളയത്തിന് പുറത്തേക്ക് उसे കൊണ്ടുപോകുക. इतना दूर भेजा जाता है ताकि वो कभी भी वापस ना आए। അതിനെ പുറത്തു കൊണ്ട് ദൂരെ മരുഭൂമിയിലേക്ക് അയക്കും, കാരണം അത് ഒരിക്കലും മടങ്ങി വരരുത്. हालेलुया, सोच कर देखिएगा। हालेलुया, मसीह यीशु हमारे लिए यरूशलेम से गोलगोलता तक छोड़ा गया। हालेलुया, सारे लोगों का पाप और अधर्मों को उसके ऊपर उसने उठा लिया और उसे शहर से बाहर छोड़ दिया गया था। നമ്മുടെ യേശു ക്രിസ്തുവും അത് തന്നെയാണ്. താൻ ഹല്ലേലൂയ യെരൂശലേമിൽ നിന്ന് താൻ ഗോൽഗോഥായിലേക്ക് സകല മാനവജാതിയുടെയും പാപം പേറിക്കൊണ്ട് ആമേൻ പാളയത്തിന് പുറത്തേക്ക് താൻ അതിനെ ചുമന്നു വഹിച്ചു കൊണ്ട് പോകുവാനിടയായി. हालेलुया, और मेमना मरना भी जरूरी था। आमीन, उसका लहू छिड़कते हुए ही आमीन उन्हें पवित्रदाई में लेकर आ सकता है। इसके लिए मेमना यीशु का लहू उसके आखिरी बूंद लहू तक हमारे लिए वो देने के लिए तैयार हो गया। അറക്കപ്പെട്ട ആ കുഞ്ഞാടിന്റെ രക്തം തളിച്ചവർ ശുദ്ധീകരിക്കപ്പെട്ടതും ആവശ്യമാകിയാൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്ന അവന്റെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി തരുവാനിടയായി. मेरा पाप के लिए वो मरने के लिए तैयार हुआ है। എനിക്ക് പകരമാ അവൻ മരിക്കപ്പെട്ടു. मेरे अधर्मों के लिए वो मरने के लिए तैयार हुआ എന്റെ है। അകൃത്യ നിമിത്തമായി യേശു मुझे മരിച്ചു. नरक से बचाने के लिए वो मरने के लिए तैयार എന്നെ हुआ है। നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായി യേശു वो മരിച്ചു. सब कुछ सहने के लिए तैयार हो गया ताकि इब्रानियों के पत्री में हम जिस प्रकार पढ़ा है, ताकि we may come with confidence to the throne of grace, उस महिमा के हालेलुया उस वेदी तक हम बड़े हिम्मत के साथ हम आ पाए। അവൻ നമുക്ക് വേണ്ടി മരിച്ചതിന്റെ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുവാനുള്ള പ്രാഗൽഭ്യം വാങ്ങിച്ചു തരേണ്ടതിന് യേശു നമുക്ക് വേണ്ടി മരിച്ചു. पुराने नियम में अहरोन से कहा कि आना नहीं, आएगा तो भी साल में एक ही बार आना, और जब आ रहे हैं बहुत सारे नियम है, क्या पहना है, कैसा पहनना है, कैसा नहाना है, सब कुछ नियम बताया था, और फिर उसे आने का अनुमति दे रहा है। പഴയ നിയമത്തിൽ അഹരോനോട് പറഞ്ഞു, നീ എപ്പോഴും കൃപാസനത്തിന് അടുത്ത് വരരുത്. ഇനി നീ വരുമ്പോൾ വിശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച് വിശുദ്ധിയോട് വേർപാടോട് നിയമങ്ങൾ അനുസരിച്ച് മാത്രം കടന്നു വരണമെന്ന ശക്തമായ ആമേൻ ആജ്ഞയുണ്ടായി. नया नियम में मेरे लिए वो मेमना जब मरने के लिए तैयार हो गया, हालेलुया, प्रेज़ लॉर्ड, हमसे कहता है कि आइएगा, उस वेदी के पास तक आइएगा, उस कृपा के उस थ्रोन तक आने के लिए हमें पूरा अनुमति वो दे रहा है। എന്നാൽ പുതിയ നിയമം വരുമ്പോൾ യേശു നമുക്ക് പകരമായി യാഗമായി തീർന്നതുകൊണ്ട് ആമേൻ കൃപാസനത്തിനടുത്തേക്ക് ധൈര്യത്തോടെ അടുത്ത് ചെല്ലുവാനുള്ള പാപത്തിന്റെ ക്ഷമ നമ്മൾക്ക് ലഭിക്കുവാനിടയായി. बहुत सारे बातें वहां से बता, लेकिन समय बहुत आगे बढ़ गया है, इसके लिए समाप्त करना मैं चाहूंगा। ഇനിയും അനേക കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും വളരെ തിടുക്കത്തിൽ ആമേൻ സമയം കഴിഞ്ഞു പോയതുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. मेरे लिए सब कुछ वो सहने के लिए तैयार हो गया। എനിക്ക് വേണ്ടി അവൻ സകലതും സഹിച്ചു. हालेलुया, फिर भी
पौलुस हमें स्मरण दिलाता है। पहला कोरिन्थी उसके 11वें अध्याय उसके 23 से लेकर जो आयतें हैं, हम वहां पर जो पढ़ते हैं, अयोग्य रीति से कोई भी उसके मेष के सामने हाथ ना बढ़ाए। 1 കൊരിന്ത്യർ 11:23 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ് അയോഗ്യമായി ഇതിൽ നിന്ന് ആരും ഭക്ഷിക്കരുത്. हमें क्योंकि इसके लिए बहुत बड़ा एक वेदना यीशु सहा है, मेरे लिए बहुत बड़ा एक दाम चुकाया है, जो संसार में कोई और हमारे लिए सब्स्टिट्यूट नहीं हो सकता था। यीशु मेरे लिए मरने के लिए तैयार हो गया ഈ है। ലോകത്തിൽ എനിക്ക് പകരമായി ആർക്കും മരിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ, ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ യേശു എനിക്ക് വേണ്ടി യാഗമായി തീർന്നു. इतना एक महान सौभाग्य हम कभी भी हालेलुया इतने आसानी से छोड़ ना दे, बल्कि परमेश्वर के करीब आते हुए हमें मसीह जैसा चाहता है वैसा एक पवित्रता की जिंदगी बिताने के लिए परमेश्वर हमसे आग्रह कर रहा है। ഇത്ര പ്രാധാന്യത്തോടെ വില മുടക്കിയിരിക്കുന്ന കർത്താവിന്റെ സന്നദ്ധയിൽ നമ്മൾ അലസരായി കടന്നു വരരുത്. അവൻ ആഗ്രഹിക്കുന്ന അളവിൽ നമ്മൾക്ക് ജീവിപ്പാനിടയായി തീരട്ടെ. इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. Come with confidence to the throne of grace. ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. Come with confidence. डर डर के आने का जरूरत नहीं है। परमेश्वर में वो कॉन्फिडेंस दिया है उसके कृपा की उस उपस्थिति तक आने के लिए। ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് വരുവാൻ ദൈവം നമുക്ക് അധികാരം അവകാശം इस वचनों തന്നിട്ടുണ്ട്. के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए ऐसे अवसर अनुमति दिया। परमेश्वर की आदरणीय दासों को हृदय के गहराई से धन्यवाद देते हैं। परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए। हमें भी आपकी प्रार्थना में उठाए रखिएगा। परमेश्वर के अनुग्रह हम दिन प्रतिदिन अनुभव करने पाए। गॉड ब्लेस यू ऑल। आमेन।